ഇസ്രായേൽ ആ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ആ പറയുന്നത് പോലെ സംഘർഷം എല്ലാ രാജ്യങ്ങളെയും കാര്യമായി ബാധിക്കുന്നു. ലോകരാജ്യങ്ങൾ അതീവ ഗൗരവമായി നോക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ സ്ഥിതിഗതികൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വരികയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഈ കശ്മീരിൽ ഈ ഖമനയെ വധിച്ചതിൽ പ്രതിഷേധം ഉണ്ടാകുന്നത്. ലിജിൻ, ഈ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നേരത്തെ തന്നെ രാജ്യത്ത് അതീവ ഗുരുതരമായി തന്നെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ജാഗ്രത തുടരുന്നതിനിടെയാണ് ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ ഇത്തരത്തിൽ ജമ്മു കാശ്മീരിന്റെ വിവിധ ഇടങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഷിയ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ സാഹചര്യം ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം മറ്റ് ബന്ധപ്പെട്ട വിഭാഗങ്ങളുമെല്ലാം തന്നെ വിലയിരുത്തി പോരുന്നത്. നേരത്തെ തന്നെ, അതായത് ഇത്തരത്തിലൊരു സംഘർഷ സാധ്യതയുടെ തുടക്കം മുതൽ തന്നെ ഇത്തരമൊരു ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു. ഈ കാര്യത്തിൽ ഇന്ത്യയിലെ ഇറാൻ സംവിധാനം ഏത് തരത്തിലുള്ള പ്രതികരണം മുന്നോട്ട് വെക്കുമെന്നുള്ള കൾച്ചറൽ സെന്റർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ യോഗം അല്പസമയത്തിനകം ചേരുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആ യോഗം ചേർന്ന ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിലൊരു ഔദ്യോഗികമായ തീരുമാനത്തിലേക്ക് ഇന്ത്യയിലെ ഇറാന്റെ ഔദ്യോഗിക സംവിധാനത്തിന്റെ ഭാഗത്തുനിന്നൊരു തീരുമാനം ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഷിയ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ തരത്തിൽ അല്ലെങ്കിൽ വളരെ വ്യാപകമായ തരത്തിലുള്ള ഒരു പ്രതിഷേധം രാജ്യത്താകെ തന്നെ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ലക്നൌവിലും അതുപോലെ തന്നെ ജമ്മു കാശ്മീരിന്റെ വിവിധ മേഖലകളിലുമാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഈ യുദ്ധം ഈ വലിയ തരത്തിലേക്ക് ഇതിന്റെ പ്രകോപനങ്ങളും യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഏറെ ഗൗരവത്തോടും കരുതലോടും കൂടി തന്നെയാണ് രാജ്യം ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയും ഒപ്പം തന്നെ നിലപാടെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. യാത്രാ വിലക്കടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വിമാനത്താവളങ്ങളിൽ അതീവ ജാഗ്രത തുടരുകയാണ്. വരുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് പല വിമാനത്താവളങ്ങളും വലിയ സർവീസുകളെല്ലാം തന്നെ റദ്ദാക്കിയിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ചെന്നൈയിലും അതുപോലെ തന്നെ കൊച്ചിയിലും വിവിധ ഇടങ്ങളിലൊക്കെ തന്നെ യാത്രക്കാരുടെ യാത്ര തടസ്സം നേരിട്ട സാഹചര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. മറ്റു വിമാനത്താവളങ്ങളിൽ സമാനമായ രീതിയിലുള്ള സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് അടിയന്തരമായ സഹായങ്ങൾ ഉറപ്പാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, മധ്യേഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ വ്യാപാര സംവിധാനങ്ങളെ ഏത് തരത്തിലാണ് ഈ യുദ്ധം, ഈ നീക്കങ്ങൾ ബാധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചബഹാർ ഉൾപ്പെടെയുള്ള തുറമുഖങ്ങൾ ഇന്ത്യയുടെ വ്യാപാര സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് ഇന്ത്യക്ക് വേണ്ടി ഒരു ഘട്ടത്തിൽ ഇറാൻ തുറന്നു കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഇത്തരമൊരു സംഘർഷം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഏത് തരത്തിലാണ് ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ മറികടക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല 90 മുതൽ ഇങ്ങോട്ട് ഇസ്രായേലുമായി വലിയ തരത്തിലുള്ള ബന്ധം ഇന്ത്യ പുലർത്തി പോരുന്നുണ്ട്. ആ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലാകെ തന്നെ കൃത്യമായ നിലപാടുകൾ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുകയും ഒക്കെ ചെയ്താണ്. അത്തരം ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കൂടുതൽ യുദ്ധവ്യാപനമൊക്കെ നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയായിരിക്കണം രാജ്യത്തെ വിദേശകാര്യ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കൃത്യമായ ഒരു കൂടിയാലോചന ഡൽഹി കേന്ദ്രീകരിച്ച് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ വിദേശകാര്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരുമായും വിദേശകാര്യ മന്ത്രാലയങ്ങളും ഒക്കെ തന്നെ സംസാരിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിരന്തരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. യാത്രക്കാർക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള നിർദ്ദേശങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുള്ള ഇന്ത്യക്കാർക്കുള്ള മുന്നറിയിപ്പുകളുണ്ട്. അവരെ സുരക്ഷിതമായി സംവിധാനം ഒരുക്കാനുള്ള എല്ലാ ഇടപെടലുകളും കൃത്യമായി എല്ലാ രാജ്യത്തെയും എംബസികൾക്ക്, അതായത് ഈ മധ്യേഷ്യയിലുള്ള രാജ്യങ്ങളിലെ എംബസികൾക്ക് നൽകിയിട്ടുണ്ട്. മറ്റേതെങ്കിലും തരത്തിലേക്ക് യുദ്ധവ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ കൂടിയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും രാജ്യത്തെ സാഹചര്യവും രാജ്യത്തിന് പുറത്തുള്ള സാഹചര്യം കൃത്യമായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിശദമായി പരിശോധിച്ച് തന്നെയാണ് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ഈ ഘട്ടത്തിൽ നൽകിയിട്ടുള്ളത്. ഈ രാജ്യങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഇതിൽ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാകുന്നത് എണ്ണ ഇറക്കുമതിയായി ബന്ധപ്പെട്ടാണ്. ഹോർമോസ് കടലിടുക്കിലൂടെയാണ് പ്രധാനമായും ഇന്ത്യയിലേക്ക് എണ്ണ വ്യാപാരം എല്ലാം തന്നെ നടക്കുന്നത്. സ്വാഭാവികമായും ഈ ഒരു സംഘർഷം ഈ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അതിനൊരു വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ വരും. മാത്രമല്ല, ഇന്ത്യയിലെ സ്വർണ്ണം, വെള്ളി അടക്കമുള്ള സംവിധാനങ്ങളുടെ അതിന്റെ വിലക്കയറ്റത്തിലടക്കം കൂടുതൽ വില ഉയരാനുള്ള ഒരു സാധ്യതയൊക്കെ തന്നെ പ്രധാനമായും വരും. കയറ്റുമതിയൊക്കെ തന്നെ ബാധിക്കാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ ഈ വാണിജ്യ മന്ത്രാലയം അടക്കം ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളെ വളരെ കൃത്യമായി തന്നെ പരിശോധിച്ചാണ് തുടർ നീക്കങ്ങൾ നടത്തുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ലിജിൻ, പ്രശ്നം ഒരു കാര്യം കൂടി, ഈ വ്യോമഗതാഗതം പൂർണ്ണമായിട്ടും സ്തംഭനാവസ്ഥയിലാണ് എന്ന് പറയേണ്ടി വരും. കാരണം 400-ലധികം സർവീസുകളാണ് ഇപ്പോൾ തന്നെ റദ്ദ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ദുബായ് പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. എന്താണ് രാജ്യത്ത് നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട്?
ലിജിൻ, ഈ സംഘർഷം തുടങ്ങി ആ മണിക്കൂറുകൾക്കകം തന്നെ വ്യോമപാത പലപ്പോഴായി അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഗൾഫ് രാജ്യങ്ങൾ അത്തരമൊരു നിലപാടിലേക്ക് പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ വ്യോമയാന മന്ത്രാലയം ഇത് സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു. യാത്രക്കാർ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിമാനത്താവളത്തിലേക്ക് എത്തിയാൽ മതി എന്നുള്ളതാണ്. 440ഓളം വിമാന സർവീസുകൾ ഇതുവരെ റദ്ദാക്കി എന്നുള്ളതാണ് വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇനിയും ആ സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഗുരുതരമാവുകയാണെങ്കിൽ കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ്. വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് പകരം സംവിധാനമോ മറ്റെന്തെങ്കിലും സംവിധാനമോ ഒക്കെ തന്നെ ഒരുക്കാനുള്ള നിർദ്ദേശം വിമാനത്താവള അതോറിറ്റിക്ക് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും പല സ്ഥലങ്ങളിലും ഇത് കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് കൊച്ചിയിലടക്കം 20ഓളം യാത്രക്കാർ മാത്രമാണ് ഇപ്പോൾ പ്രതിസന്ധി നേരിടുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെന്നൈയിലും നിരവധി ആളുകൾ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ബംഗളൂരിലുണ്ട്. അങ്ങനെ വിവിധയിടങ്ങളിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ പരിഹരിക്കാനുള്ള ആവശ്യമായ നടപടികൾ ഉണ്ടാകുന്നുണ്ട്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധസമാനമായ യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. ആ പ്രതിസന്ധികൾ മറികടക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. മറ്റൊന്ന്, ഈ ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരുടെ ഒരു അവസ്ഥയാണ്. നമുക്കറിയാം, ഗൾഫിലാണ് ഇന്ത്യയിലേക്ക് കൂടുതലായി സാമ്പത്തിക സംവിധാനങ്ങൾ എത്തിവരുന്നതാണ്. സ്വാഭാവികമായും ഈ യുദ്ധം ആ തരത്തിൽ തന്നെ ബാധിച്ചാൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധി, സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ എത്രത്തോളം അവരെ സുരക്ഷിതരായി മാറ്റി നിർത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. നിലവിൽ അത്തരത്തിലുള്ള സുരക്ഷിതമായ സംവിധാനങ്ങൾ, സുരക്ഷിതമായ താവളങ്ങളെല്ലാം തന്നെ അവർക്ക് ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായ നിർദ്ദേശങ്ങൾ എംബസി വഴി നൽകുന്നുണ്ട്. വിദേശകാര്യ മന്ത്രാലയം ഓരോ സമയത്തും കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും ആവശ്യമായ മുന്നൊരുക്കങ്ങൾക്കപ്പുറത്തേക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും വലിയ രീതിയിലുള്ള സഹായം നൽകിയിരുന്നു. കേരളത്തിലാണെങ്കിൽ സംസ്ഥാന സർക്കാർ നോർക്കയുടെ സഹായത്തോടുകൂടി ആവശ്യമായ സംവിധാനങ്ങൾ, ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും കേന്ദ്ര സർക്കാരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ബന്ധപ്പെട്ട് നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ ഘട്ടത്തിൽ വിദേശത്തുള്ള ഇന്ത്യക്കാരെ സംബന്ധിച്ച ആശങ്കയുടെ പ്രശ്നങ്ങളിൽ അവർക്ക് ആവശ്യമായ സംവിധാനം, സുരക്ഷാ സംവിധാനമാണെങ്കിലും തൊഴിൽ സംവിധാനമാണെങ്കിലും ഉറപ്പാക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ലിജി.